ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. പച്ചമീൻ ഉണക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മീൻ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് മീനാണ്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഇതിനകം വെളുത്താണ് ഇരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നത് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അത് കറി വെച്ചാലും അത്ര നല്ല ടേസ്റ്റ് കാണില്ല. അതൊക്കെ ചീത്തയാവാറായ മീൻ ഉണക്കുന്നതാണ്. ഇതേപോലെ ഉണക്കിയെടുത്താൽ നല്ല ഉണക്ക മീൻ കഴിക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല ഫ്രഷ് മീനാണ്. ഇങ്ങ മീനിൻ്റെ കണ്ണും ചുവന്നിരിക്കും. ഈ ഭാഗമെല്ലാം കളർ മാറിയിരിക്കും. ഈ കളറിലിരിക്കുന്ന മീനാണ് നല്ലത്. ഇത് ഉപ്പിട്ട് വെയിലത്തുണക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു അയലയും ഒരു വലിയ കൊഴിയാളയും ബാക്കി ചെറിയ കൊഴിയാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിനാദ്യം ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റെല്ലാം എടുത്ത് കളയണം. അതിന് ഈ വയറിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൂവും കുടലും എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കളയണം. ഞാൻ ഇപ്പോൾ എല്ലാത്തിൻ്റെയും വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഇവിടെ മുതൽ ഇതുവരെ കട്ട് ചെയ്യാം. ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ കീറിയെടുക്കുക. കീറിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞെടുക്കണം. ഇതേപോലെ എല്ലാം കീറിയെടുക്കുക. ഇനി ഇതേപോലെ എല്ലാം കീറിയെടുത്തിട്ട് ഒരിക്കൽ കൂടി കഴുകിയെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തു. ഇനി ഇതിൽ പൊടിയുപ്പ് തേച്ച് വയ്ക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് കൊണ്ട് പൊടിയുപ്പിട്ടാൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ പൊടിയുപ്പ് തേക്കാം. വെയിലത്ത് വയ്ക്കാതെ ഉണക്കുന്നതിൽ കല്ലുപ്പിട്ടാൽ മതി. ഇതിങ്ങനെ ഇട്ട് ഒരു രാത്രിയും ഒരു പകലും വച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഉപ്പ് തേക്കണം. എല്ലാത്തിലും ഇതേപോലെ ഉപ്പ് തേക്കാം. വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഉണങ്ങും. ഉണങ്ങുമ്പോൾ ബോട്ടിലിട്ട് വയ്ക്കാം. അപ്പോൾ കേടാകാതെ ഇരിക്കും. ചെറുത് പെട്ടെന്ന് ഉണങ്ങും, വലുത് പെട്ടെന്ന് ഉണങ്ങില്ല. 2 ദിവസം വേണം ഉണങ്ങാൻ. നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഇപ്പോൾ എല്ലാത്തിലും ഉപ്പ് തേച്ച് വെച്ചു. ഇനി ഇതിനെ ഒരു അടപ്പുള്ള പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ ഈ പാത്രത്തിലിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിലിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതേപോലെ എല്ലാം ഇതിനകത്ത് വെച്ച് അടച്ചു വയ്ക്കാം. ഇനി ഇതിനെ അടച്ചു വയ്ക്കാം. ഇനി നാളെ വെയിലത്ത് വയ്ക്കാം. ഇത് ഇന്നലെ ഉപ്പിട്ട് വെച്ച മീനാണ്. ഇതിലിപ്പോൾ ഇത്രയും വെള്ളം വന്നു. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ടെടുത്ത് പ്ലേറ്റിലോ പേപ്പറിലോ വെച്ച് ഉണക്കിയെടുക്കാം. പേപ്പറിൽ വെച്ചാൽ വെള്ളം പേപ്പറിൽ പിടിക്കും. അതിനുശേഷം പ്ലേറ്റിലെടുത്ത് വയ്ക്കാം. ഞാൻ ഈ പ്ലേറ്റിലാണ് വയ്ക്കുന്നത്. പ്ലേറ്റിൽ ഇതേപോലെ നിരത്തി വയ്ക്കണം. എന്നാലേ എളുപ്പം ഉണങ്ങും. ഇതേപോലെ വെച്ച് വെയിലത്ത് വെച്ചാൽ കാക്കയും വരും, പൂച്ചയും വരും. ഞാൻ ഇതിനൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് വയ്ക്കുന്നത്. എന്നാലും പൂച്ച വരാതെ നോക്കും. ഇതിപ്പോൾ തന്നെ ഒരുവിധം ചുരുങ്ങി വന്നിട്ടുണ്ട്. മീൻ ഉപ്പിട്ട് വെയിലത്ത് വയ്ക്കാതെയും ഉണക്കാം. അങ്ങനെ ഉണക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ വെച്ച് വെയിലത്ത് വയ്ക്കാം. ഈ ഭാഗം കുറച്ച് ഉണങ്ങുമ്പോൾ ഇതിനെടുത്ത് തിരിച്ച് വയ്ക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും വെച്ച് ഉണക്കിയെടുക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം കാണും. ഇതേപോലെ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതിനെ ഒരു പേപ്പറിലോട്ട് മാറ്റി വയ്ക്കാം. വെള്ളം ഉണങ്ങിയതിന് ശേഷം വീണ്ടും എടുത്ത് ഇതിലോട്ട് വയ്ക്കാം. പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ പ്ലേറ്റിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് ഉണങ്ങും. ഈ ഭാഗമെല്ലാം നല്ലതുപോലെ ഉടർത്തി വയ്ക്കണം. എന്നാലേ പെട്ടെന്ന് ഉണങ്ങും. ഇനി ഇതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഞാനിത് സ്റ്റൂളിൻ്റെ പുറത്താണ് വച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പകുതി ഉണക്കായി. ഇതിപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. ഇപ്പോൾ ചെറുതെല്ലാം ഏകദേശം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് വലുതായതുകൊണ്ട് അത്ര നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല. എന്നാലും ഇത് ചീത്തയാവാതെ ഇരിക്കും. നാളെ ഒന്നുകൂടി ഉണക്കാം.
ഇത് വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞ് കഴുകിയത് കൊണ്ട് ഇതിൽ ഒട്ടും തന്നെ സ്മെല്ലില്ല. അതുപോലെ ഒരു ഉണക്ക പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. ഇതുപോലെ അടച്ചു വയ്ക്കാം. രണ്ടാമത്തെ ദിവസം ഞാൻ ഇതേപോലെയാണ് വെയിലത്തിട്ടത്. ഒരു ചാക്കുനൂലിൽ കെട്ടി തുണി വിരിക്കുന്ന കയറിൽ ഇതേപോലെ 2 സൈഡും കെട്ടിയിട്ടു. നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം. എവിടെയാണ് വെയിലുള്ളത് ആ ഭാഗത്ത് ഇതേപോലെ ഒരു കയറ് കെട്ടി അതിൽ ഇതേപോലെ തൂക്കിയിടാം. 2 സൈഡിലും കെട്ടാതെ ഒരു സൈഡിൽ മാത്രം കെട്ടിയിട്ടാലും മതി. അപ്പോൾ കുറച്ചുകൂടി വെയിലടിക്കും. ഇങ്ങനെ കെട്ടിയിട്ടാൽ കാക്കയും പൂച്ചയും വരുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ദിവസം വയ്ക്കുമ്പോഴും ഇതേപോലെ കെട്ടിയിടാം. നല്ല മീൻ കിട്ടുന്ന സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ഇതേപോലെ ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാം. നല്ല ഉണക്ക മീനും കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഉണക്കിയ മീൻ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണക്കിയെടുക്കാം. 2 ദിവസം ഉണക്കിയപ്പോൾ തന്നെ നല്ലതുപോലെ ഉണങ്ങി. ഞാൻ ഒരു ദിവസം കൂടി ഉണക്കി. 3 ദിവസം ഉണക്കി. നല്ലതുപോലെ ഉണങ്ങിയാൽ കേടാകാതെ ഇരിക്കും. ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. നല്ല ഉണക്കമീൻ വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഉണക്കി നോക്കിയത്. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. തല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉണക്കിയാലും മതി. കറി വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഉപ്പലിഞ്ഞു പോകും. എന്നിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. ഇതിലുള്ള ചെറുതെല്ലാം പെട്ടെന്ന് ഉണങ്ങി. ഇത് വലുതായതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം കൂടി എടുക്കും. അതുകൊണ്ടാണ് ഞാൻ 3 ദിവസം ഉണക്കിയത്. നല്ലതുപോലെ ഉണങ്ങിയാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇനി ഇതിനെ ബോട്ടിലിട്ട് അടച്ചു വയ്ക്കാം. ഇതിൽ ഏത്തക്ക ഇടാം, പേയങ്ക ഇടാം, കത്തിരിക്ക ഇടാം, വഴുതനങ്ങ ഇടാം. ഇതൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിട്ടുണക്കുന്ന ഉണക്കമീനിലെല്ലാം ആദ്യമേ ഉപ്പ് ചേർക്കാതെ തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടണം. ആദ്യമേ ഉപ്പൊഴിച്ചാൽ ഉപ്പ് കൂടിപ്പോകും. നല്ല മീൻ കിട്ടുന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങി ഇതേപോലെ ഉണക്കി വെച്ചിരുന്നാൽ മീനില്ലാത്ത സമയത്ത് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇതേപോലെ നിങ്ങൾ ഉണക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.